നമസ്കാരം. നമസ്കാരം. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രമാണ് ഇനി ദിലീപിന്റേതായിട്ട് ഇറങ്ങാനിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് നിരവധി ആരാധകർ. കാരണം അത് ദിലീപിന്റെ ഒരു തിരിച്ചുവരവ് ചിത്രമായിരിക്കും എന്ന് തന്നെയാണ് ആരാധകർ അധികം വിശ്വസിക്കുന്നത്. കാരണം വലിയ പ്രതീക്ഷയാണുള്ളത്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ഡിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ദിലീപിന്റെ 150ാമത്തെ ചിത്രം ആണ് ഇത് ഇറങ്ങാൻ ഇരിക്കുന്ന നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോ വിൻഡോ സ്റ്റീഫൻ ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രം നവാഗത സംവിധായകനാണ്. അദ്ദേഹമാണ് സംവിധാനം ചെയ്യുന്നത്. അപ്പൊ ചിത്രത്തിൽ ദിലീപിന്റെ അനുജന്മാരായിട്ട് ധ്യാൻ ശ്രീനിവാസനും ജോസ് കുട്ടി ജേക്കബും ഒക്കെ എത്തുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് പ്രതീക്ഷയേറണം. ഇനിയും ചിരിക്കാൻ ഒരുപാടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ സിനിമന്റെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ സിനിമന്റെ ഒരു നിർമ്മാതാവായ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പറയുകയുണ്ടായി. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഒരു പ്രതികരണം ഉണ്ടായി. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ഇപ്പൊ പോകുന്നത്. അപ്പോ ദിലീപ് ഇപ്പോൾ മോശം സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത്. അപ്പോ അതാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. അത് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ. വർഷങ്ങളായി ദിലീപിന്റെ മോശം സമയത്തിലൂടെ തന്നെയാണ് ദിലീപ് കടന്നു പോകുന്നത്. കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കോടതി തെളിയിക്കട്ടെ. ഈ മാസത്തോടെ അത് കോടതി തെളിയും. അപ്പൊ അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അപ്പൊ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇതില് ലിസ്റ്റിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, കുറ്റം തെളിയിക്കുന്നത് വരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമായിരിക്കും എന്നാണ് ലിസ്റ്റിൻ പറയുന്നത്. പിന്നെ പല ആർട്ടിസ്റ്റുകളുടെയും കൂടെയും അദ്ദേഹം സിനിമ ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ എന്ന വ്യക്തിയുടെ കൂടെ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഓരോരുത്തരുടെയും ചെറുപ്പത്തിൽ ഓരോരുത്തരെയാണ് ഹീറോ ആയിട്ട് കാണുന്നത്. നമ്മുടെ എല്ലാവരുടെയും, അദ്ദേഹത്തിന്റെയും പോലും ലിസ്റ്റിന്റെ വരെ ചെറുപ്പത്തിൽ ദിലീപേട്ടൻ ആണ് ഹീറോ അല്ലെ. നമ്മൾ എത്രയോ ചിരിപ്പിച്ച നടനാണ് അദ്ദേഹം. ഒരു മിമിക്രി കലാകാരനിൽ നിന്നും ഉയർന്നു വന്ന ഒരു താരമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഉയർച്ച എല്ലാവരെയും കണ്ണുകടിപ്പിക്കും എന്നുള്ളതിൽ സത്യമാണ്. കാരണം മറ്റു സൂപ്പർ സ്റ്റാറുകൾ മോഹൻലാലിനെയും മമ്മൂട്ടിയേക്കാളും അപ്പുറം ഒരു കണ്ടിന്യൂസ് ആയിട്ട് സിനിമ വിജയിക്കുക എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ല. മലയാള സിനിമയിൽ ഇങ്ങനെ എല്ലാമായി നിൽക്കുക എന്ന് പറയുമ്പോൾ, പക്ഷെ അതിന്റെ ഒരു അഹങ്കാരവും ഇല്ലാതെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടും ഇപ്പൊ ഒരു സിനിമയിലുണ്ടെങ്കിൽ ആ സിനിമയിലുള്ള പല കോ സ്റ്റാറുകൾക്ക് വേണ്ടിയിട്ടൊക്കെ അത്രയും സഹായങ്ങൾ നൽകുന്ന ഒരു താരം കൂടിയാണ് ദിലീപ്. ഒരുപാട് താരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ദിലീപിനെ കുറിച്ചിട്ട് സ്റ്റീഫൻ ഇങ്ങനെയാ പറയുന്നത്. എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഹീറോയാണ് ദിലീപേട്ടൻ. അദ്ദേഹം അഭിനയിച്ച സിനിമകളുടെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. പിന്നീട് ഞാൻ സിനിമയിലേക്ക് വന്നു. പല നായകന്മാരുമായി സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട്. ദിലീപേട്ടനുമായി ആദ്യമായി സഹകരിക്കുന്ന സിനിമയാണ് ഈ പുതിയ സിനിമ എന്ന് പറയുന്നത്, പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ പുതിയ സിനിമ. അപ്പൊ പക്ഷെ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നിർമ്മാതാവിനെ സംബന്ധിച്ച് റിസ്ക് ആണ് അല്ലെ. അതാണ് ലിസ്റ്റിൻ പറയുന്നത് അല്ലെ. അപ്പൊ എല്ലാവർക്കും നല്ല സമയമുണ്ട്, മോശ സമയമുണ്ട്. ദിലീപേട്ടന്റെ മോശ സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നതാണ് അദ്ദേഹം പറയുന്നത്. അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണെന്ന് ലിസ്റ്റിൻ എടുത്തു പറയുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ ഈ സിനിമ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നതും. ഞാൻ എന്തിനു ഈ സിനിമ ചെയ്യുന്നു എന്ന് ഒത്തിരി പേർ എന്നോട് ചോദിച്ചു. പക്ഷെ മലയാളത്തിൽ വേറെ ഹീറോ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് വരെ എന്നോട് ചോദിച്ചു. ദിലീപിന്റെ കൂടെ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ചോദ്യം തീർച്ചയായിട്ടും. കാരണം ആർക്കും അങ്ങനെ നല്ലൊരു സിനിമ ഉണ്ടാവരുത് എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. നല്ലൊരു സിനിമ ഉണ്ടാവരുത് എന്ന് മാത്രമല്ല, ഈ ഒരു ദിലീപിന്റെ കേസും പിന്നെ ദിലീപ് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു സിനിമ ദിലീപിന്റെ കരിയറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം, ദിലീപിനെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ എന്നുള്ള ഒരു ചോദ്യം വരെ ലിസ്റ്റിനെതിരെ വരുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് വരെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഹീറോയെ വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത്. അപ്പൊ കുറ്റം ചെയ്തെന്ന് തെളിയുന്നത് വരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ലിസ്റ്റിൻ പറയുന്നുണ്ട്. അതായിരുന്നു എന്റെ ധൈര്യം, ഈ സബ്ജക്റ്റിലുള്ള ധൈര്യം. ഇത് ദിലീപേട്ടൻ ചെയ്താൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാകൂ എന്നതുകൊണ്ടാണ് ഞങ്ങൾ ദിലീപേട്ടന്റെ അടുത്ത് എത്തിയത്. ടൈറ്റിൽ പോലും വരുന്നതിന് മുൻപ് ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ തീരുമാനിക്കും മുൻപ്. ദിലീപിന്റെ ഒരു സിനിമ തുടങ്ങിയ അന്നു മുതൽ നെഗറ്റീവുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന ലിസ്റ്റിനെ എടുത്ത് പറയുന്ന ഒരു ആ സമയത്ത് മുതൽ, അതായത് ആ സ്റ്റാർട്ടിങ് മുതൽ പ്രശ്നങ്ങളും നെഗറ്റീവ്സും ഒക്കെ വരാൻ തുടങ്ങി. കാരണം അത് ദിലീപാണ് ചെയ്യുന്നത്, ആ ചിത്രം ദിലീപിന്റേതാണ് എന്ന് പറഞ്ഞ ആ സമയത്ത് മുതൽ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആ ഒരു വേർഡാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതായിരുന്നു എന്തുകൊണ്ടായിരിക്കും ദിലീപിനോട് ഇത്രയും വലിയ ശത്രുത. ദിലീപ് കേസുണ്ട്, മഞ്ജുവിന്റെ കാര്യമുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ഒരാളെ അടിവേരോടെ ഇളക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ്, അവരുടെ വ്യക്തി ജീവിതം ഉപയോഗിച്ചിട്ടാണ് അവരുടെ സിനിമാ ജീവിതത്തെ കണക്ട് ചെയ്യേണ്ടത്. എത്രയോ പേർ ആ ദിലീപിന്റെ എത്രയോ സിനിമകൾ ഇന്നും സിനിമ ഒരു TV തുറന്നു നോക്കിയാൽ നമ്മുടെ ഏഷ്യാനെറ്റ് മൂവീസിലാണെങ്കിലും ഏഷ്യാനെറ്റിലാണെങ്കിലും സൂര്യയിലാണെങ്കിലും ഒക്കെ
എല്ലായിടത്തും ദിലീപിന്റെ സിനിമകളാണ്. ആ സിനിമ കണ്ട് അത് ഏത് സൈഡിൽ നിന്നും കാണാമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പൊ ഒരു പാതിക്ക് വെച്ചിട്ടോ കാണാം. കാരണം അതാണ് ദിലീപ് എന്ന നടൻ. അത് എന്തൊക്കെ ചെയ്താലും അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യത വേറെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം വേറെ തന്നെയാണ്. ഇന്നും മലയാളികളുടെ അല്ലെങ്കിൽ ജനപ്രിയൻ തന്നെയാണ് ദിലീപ് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളും അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത ആ ഒരു പ്രയത്നവും അത്രത്തോളമാണ്. ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് സ്റ്റീഫൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, ലിസ്റ്റിൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ ഇതെന്താണെന്ന് ഇങ്ങനെ നെഗറ്റീവ് വരുന്നതെന്ന് ദിലീപ് ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ലിസ്റ്റും ചോദിച്ചിരുന്നു. അപ്പൊ ലിസ്റ്റിൻ ആദ്യമായിട്ടല്ലേ എന്റെ വെച്ച് സിനിമ ചെയ്യുന്നത്, അതാണ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. ഞാനിത് കുറെ നാളുകളായിട്ട് ശീലിച്ചിരിക്കുകയാണെന്നാണ് ദിലീപ് ലിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ആയിട്ടേ പോവുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അത്രത്തോളം വേദനയാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു സിനിമ ചെയ്താലും എനിക്ക് വരുന്ന നെഗറ്റീവ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് ശീലമായി. ലിസ്റ്റിന് ആദ്യമായിട്ടല്ലേ എന്റെ സിനിമ കൂടെ ചെയ്യുന്നത്. അപ്പൊ എല്ലാ സിനിമകളിലും എനിക്ക് ഇതാണ് സംഭവിക്കുന്നത്. അത് എല്ലാവരും നെഗറ്റീവ് അടിക്കാനും ആ സിനിമയെ തള്ളി പറയാനും തിയേറ്ററിൽ പോയി സിനിമ കാണാതിരിക്കാനും ശ്രമിക്കുന്ന, ദിലീപിനെതിരെ തിരിയുന്ന ഒരു സംഘം തന്നെ ഉണ്ടെന്ന് ഏറ്റവും കൂടുതൽ വ്യക്തമാവുന്ന ഒരു സാഹചര്യമാണത്. വേറെ ഏത് നടന്റെ പിന്നാലെയാണ് ഇങ്ങനെ കുത്താൻ വേണ്ടി ആളുകൾ നടക്കുന്നത്. നമുക്ക് ദിലീപിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പല നമുക്ക് അറിയാലോ. ഇപ്പൊ സംഭവിച്ച കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വിഷയത്തിന്റെ പേരിൽ ദിലീപിന്റെ കോടതി വരെ വിമർശിക്കുന്ന ഒരു സമയം വരെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ദിലീപിനെ ഇങ്ങനെ ഇത്രയും അദ്ദേഹത്തിന്റെ സ്വകാര്യത എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫഷണൽ ലൈഫ് കളയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ലിസ്റ്റിൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച് ഇത് അതിമനോഹരമായ ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ഒരു ബിസിനസ്സും നടന്നിട്ടില്ല. നേരെ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് വരുന്നത്. പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് നല്ലതാണോ എന്ന്, അല്ലെ? അത് മാത്രമല്ല തുടക്കം മുതൽ പ്രേക്ഷകരെ വിശ്വസിച്ചാണ് ഈ സിനിമ ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് ദിലീപേട്ടന്റെ സമീപകാലത്തെ സിനിമകളെ പോരായ്മകൾ എന്നും എന്നൊക്കെ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയോ അത് മാത്രമല്ല, ദിലീപേട്ടന്റെ സിനിമകളിൽ എന്താണോ പ്രേക്ഷകൻ എന്ന നിലയിൽ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കും ഈ ഒരു സിനിമയിലും ഉണ്ടാവുക എന്നൊക്കെ ചർച്ച ചെയ്താണ് ഞങ്ങൾ ഈ ഒരു സിനിമയിലേക്ക് ഇറങ്ങിയതെന്നും ലിസ്റ്റിൻ പറയുകയുണ്ടായി. എന്നാൽ അത് മാത്രമല്ല, മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയൊരു തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന് കൂടി ലിസ്റ്റിൻ പറയുന്ന ആ ഒരു സമയം വെച്ചിട്ടാണ് ഒരു പ്രമുഖ സംവിധായകന്റെ സംവിധായകന്റെ സിനിമയിലേക്ക് എന്തോ പോവുകയോ അങ്ങനെ എന്തോ ഒരു ചെറിയ വിഷയം കേട്ടു. അത് ആ ഒരു സമയം തൊട്ടാണ് ഈ ഒരു ലിസ്റ്റിന്റെ ആ ഒരു വെളിപ്പെടുത്തല് ഒരു പ്രമുഖ നടൻ തന്നെയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരു നടനിൽ നിന്ന് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ആ നടൻ ഇപ്പോ അദ്ദേഹത്തിന്റെ അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത് അടുത്തൊരു സിനിമയിൽ ജോയിൻ ചെയ്തു എന്നുള്ള ഒരു സംഭവമാണ് കാര്യം എന്നാണ് അറിയപ്പെടുക. അത് മാത്രമല്ല, മലയാള സിനിമയിലെ ഒരു പ്രമുഖൻ നടനാണ് വലിയൊരു തെറ്റിനെ തിരികൊളുത്തിയിട്ടുണ്ടെന്നാണ് ലിസ്റ്റിൻ പറയുന്നത്. പക്ഷേ അത് നിവിൻപോളിയാണ് ചർച്ചയും സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. അത് ഇപ്പൊ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് മറ്റൊരു ഷൂട്ടിംഗ് സെറ്റിലേക്ക് ലീവ് എടുത്ത് പോയി എന്നുള്ള രീതിയിലാണ് ചർച്ചകളൊക്കെ. അത് ഒരു നവാഗതനായ അല്ലെങ്കിൽ ഒരു സൂപ്പർ സംവിധായകന്റെ മകന്റെ സിനിമയിലേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളും ഇപ്പോൾ ലിസ്റ്റിൻ പറയുകയുണ്ടായി. ഓക്കെ, അങ്ങനെ ഒരു എന്താ പറയാ, ആ നടന്റെ പേര് വെളിപ്പെടുത്താനോ എന്താണ് സംഭവം എന്ന് വ്യക്തമാക്കാനോ ലിസ്റ്റിൻ എന്തായാലും ഒരുക്കമായിട്ടില്ല. നിവിൻ പോളി എന്നാണ് ഇപ്പൊ പ്രചരിക്കുന്നത്. എന്തായാലും സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഞാൻ മലയാള സിനിമയിലേക്ക് വന്നിട്ട് 10-15 വർഷമായി എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലെ? അതെ, കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. വലിയ മാലപ്പടക്കത്തിൽ നിന്ന് ഇന്ന് തിരികൊളുത്തിയിരിക്കുകയാണ്. അത് വേണ്ടായിരുന്നു. ഞാനിത് പറയുന്നത് ആ നടൻ കാണും എന്ന് ലിസ്റ്റിൻ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹം കാണും, പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കൂടി ലിസ്റ്റിൻ എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും കാരണമായി മാറുമെന്നും ഞാൻ അറിയിക്കുകയാണെന്നാണ് ലിസ്റ്റിൻ പറയുന്നത്. ഒരിക്കലും കുറ്റമായിട്ടല്ല, പക്ഷെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അതിന് മുന്നോടിയായിട്ട് വരുന്നത് എന്ന് ലിസ്റ്റിൻ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നാണ്. അതെ, ഈ പ്രമുഖ നടന്റെ കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട്, കാരണം ഇപ്പൊ ലിസ്റ്റിന്റെ ഒരു വിഷയം എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അതിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോ പുതുമുഖ താരങ്ങൾ നിരവധി പേരാണ്. ഇന്ന് മലയാള സിനിമയിൽ നിരവധി പ്രമുഖ യുവതാരങ്ങൾ വലിയ വലിയ ഹിറ്റുകൾ അടിച്ച് മുന്നോട്ട് പോകുന്ന യുവതാരങ്ങളുണ്ട്. ആ യുവതാരങ്ങൾക്കെതിരെ ഇപ്പോൾ നിരവധി ഇതേപോലെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ മലയാള സിനിമയിൽ ദിലീപ് എന്ന നടൻ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നിരവധി ഓരോ സെറ്റിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു ഓരോ സംവിധായകരോടും ഓരോ പ്രൊഡ്യൂസറോടും, അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പോ ഓരോ പ്രൊഡ്യൂസറോടും അദ്ദേഹം എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്തത്, അല്ലെങ്കിൽ പഴയ നടന്മാർ എങ്ങനെയൊക്കെയായിരുന്നു സെറ്റിൽ നിന്ന് നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അത്രയും
ഇപ്പോ മദ്യപാനവും ലഹരിയൊക്കെ ആണെങ്കിൽ പോലും അത് അവരുടെ സ്വകാര്യതയിൽ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. പക്ഷെ ഇന്ന് അത് സെറ്റിലേക്ക് വരെ വ്യാപിച്ചതുകൊണ്ടാണ് നമ്മുടെ മലയാള സിനിമയിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ ദിലീപ് എന്ന നടനെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ പ്രശ്നങ്ങളൊന്നും, അങ്ങനെ ചില പ്രശ്നങ്ങളോ മദ്യപിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സിനിമയിൽ ഡേറ്റ് കൊടുത്തിട്ട് ഡേറ്റ് ഒഴിവാക്കിയാണ് പോകുന്ന, അങ്ങനെ വലിയ ഇതിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷെ മലയാള സിനിമയ്ക്ക് എന്നും ലഭിച്ചിട്ടുള്ളതോ ഇപ്പൊ തിയേറ്റർ അവർക്ക് ലഭിച്ചിട്ടുള്ളതും എന്നും ദിലീപിനെ കാരണം കോടികളാണ് ലഭിച്ചിട്ടുള്ളത്. നല്ല ഗുണം ആണ് ലഭിച്ചിട്ടുള്ളത്. കാരണം ഓരോ വിഷുവിനും ഓണത്തിനും എല്ലാം ക്രിസ്മസിനും ഒക്കെ ഓരോ നല്ല നല്ല സിനിമകൾ കൊണ്ട് മലയാള സിനിമയെ തന്നെ നെറുകയിൽ എത്തിച്ച ഒരാളാണ് ദിലീപ്. അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ വരുവാണ്. അപ്പോ അതിനുവേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, നല്ലൊരു സിനിമ ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന് വേണ്ടി നല്ലൊരു മാത്രമല്ല എടുത്തു പറയേണ്ടത്, ഇപ്പോൾ നടക്കുന്ന അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ആ പ്രശ്നങ്ങൾ കാരണം ഈ സിനിമയെ വിമർശിക്കുകയോ അല്ലെങ്കിൽ സിനിമ തകർക്കാതിരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം. അതെ, സിനിമകളായിട്ട് കലാകാരന്മാരായിട്ട് അംഗീകരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നന്ദി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.